ഹായ്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ബ്രെഡ് മേടിക്കാൻ ഒരു കടയിൽ കയറി. അപ്പോൾ ആ കടയത്തെ ആളെന്നോട് പറഞ്ഞു എവിടെയാ സ്ഥലം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ത്യ എന്ന് പറഞ്ഞു. ഇന്ത്യ ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. പിന്നെ നിങ്ങളുടെ പ്രൈം മിനിസ്റ്റർ അടുത്ത ആഴ്ച വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര കാര്യമാണ്. ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 10 വർഷം മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മോദി എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരെ പോലെ തന്നെ ഭയങ്കര വിദേശ ടൂറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കിയിട്ടും ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ പോകെ പോകെ വർഷങ്ങൾ കഴിഞ്ഞ് വരുന്നതിനനുസരിച്ച് ഞാനൊരു നരേന്ദ്രമോദീൻ്റെ ഭയങ്കര ഫാനായി മാറി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ എനിക്ക് ജീവിതത്തിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദീനെ മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരാളെ കാണണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ നരേന്ദ്രമോദീനെ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്നും അറിയില്ല. നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദീൻ്റെ ഒരു പവർ തന്നെയാണ്. എവിടെ നിങ്ങൾ പണ്ടത്തെ പോലെ അല്ല. ഇപ്പം നിങ്ങൾ ഏത് നാട്ടിൽ പോയിട്ടുണ്ടെങ്കിലും പിന്നെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പവർ തന്നെയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വില തരാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. ഇസ്രായേലിൽ പ്രത്യേകിച്ച് ഇസ്രായേലിൽ അത്രയ്ക്കൊരു പവറാണ്. അതായത് ഇന്നലെ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു, പ്രധാനമന്ത്രി വന്നതിൻ്റെ വരവേൽപ്പും കാര്യങ്ങളൊക്കെ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. പണ്ടത്തെ ആ ടൂറിന് നമ്മൾ കളിയാക്കിയതൊക്കെ ഇപ്പം നമുക്ക് ഉപകാരമായിട്ടാണ് മാറുന്നതെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ സംഘിന്ന് വിളിക്കുന്നവരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇന്ത്യനെ സ്നേഹിക്കുന്നവർ സംഘിയാണെങ്കിൽ ഞാൻ നല്ല അസൽ ചാണക സംഘി തന്നെയാണ്. എനിക്ക് അഭിമാനമുള്ളൂ അത് പറയാൻ. ഇന്ത്യനെ സ്നേഹിക്കുന്നവർ സംഘിയാണെങ്കിൽ ഞാൻ സംഘി തന്നെ. ഓക്കെ.